ഗൈസ് അപ്പോൾ നമ്മളൊന്ന് അടിപൊളി ഒരു അമൂറിനെ മേടിച്ചിട്ടുണ്ട്. നേരെ പൈപ്പിന്റെ ഇട്ടോട്ടോ. ഓ കണ്ടോ സാധനം കണ്ടോ? നമ്മൾ തുറന്നു നോക്കും കേട്ടോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. നമ്മളൊന്നൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊന്നൊരു അടിപൊളി ഒരു അമൂറിനെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അമൂറിനെ നമ്മൾ വാഴയിലൊക്കെ പൊതിഞ്ഞ് നമ്മൾ ഫോയിൽ പേപ്പറിനെ കവർ ചെയ്ത് നമ്മളൊന്ന് ചുട്ടെടുത്ത് തിന്നാനായിട്ട് പോവുകയാണ് അല്ലേ പറഞ്ഞ് നിങ്ങളെ എന്താ പറയുക ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഗൈസ് അപ്പോൾ നമ്മളൊന്ന് അടിപൊളി ഒരു അമൂറിനെ മേടിച്ചിട്ടുണ്ട്. നേരെ പൈപ്പിന്റെ ഇട്ടോട്ടോ. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ അമൂറ് കേട്ടോ. വേണ്ട ചൂണ്ടയൊക്കെ വായലുണ്ട്. ചൂണ്ടക്കാരേന്ന് മേടിച്ച രാവിലെ ഞങ്ങളല്ല കടക്കാർ മേടിച്ച് കടയിൽ നിന്ന് ഞങ്ങൾ മേടിച്ചില്ലല്ലോ. ഇല്ല പൂ ഇതൊക്കെ എവിടുത്തെ മേടിച്ചാ? ആ ഗൈസ് അപ്പം ആദ്യമായിട്ടപ്പോൾ നമ്മൾ ഈ ഞാൻ കഴിക്കാൻ പോകുന്ന കേട്ടോ. അപ്പോൾ കണ്ടിട്ട് അടിപൊളി ഒരു മീനാണ് അല്ലേ. അപ്പം കുറച്ച് പരിപാടിയുണ്ട്. നമ്മുടെ മീനൊക്കെ വെട്ടി ക്ലീൻ ആക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ മീൻ വെട്ടിയിട്ട് വരാം. ഓക്കെ 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 ഗൈസ് അപ്പോൾ നമ്മുടെ മീൻ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ല വെട്ടി സെറ്റാക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ആക്കണം. ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മയെ ജോലി ഏൽപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ നമ്മൾ ഇന്നത്തെ പരിപാടി ഏറ്റെടുത്തിരിക്കുകയാണ്. ഗൈസ് അപ്പോൾ നമ്മുടെ നാടൻ അമൂറിനെ നമ്മൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം വെട്ടി ക്ലീൻ ആക്കി തന്നെ വരഞ്ഞ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഒന്നും പറയണ്ട, ഇതിനെ വെട്ടാൻ കുറേ നേരം എടുത്ത്. ഞാൻ 2 മണിക്കൂർ എടുത്താണ് ഇതിനെ നമ്മൾ ചെയ്യുന്നത്. ഞാനും അമ്മയും കൂടെ ഇല്ലേ ഒന്നും പറയണ്ട. അപ്പോൾ ഗൈസ് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ അമൂറിൻ്റെ നല്ല നാടൻ മസാല ചേർത്ത് നല്ല നാടൻ വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് നല്ല നാടൻ ഫോയിൽ പേപ്പർ, അതായത് നമ്മുടെ നാടൻ ഫോയിൽ പേപ്പർ കവർ ചെയ്ത് നല്ല നാടൻ രീതിയിൽ ഇത് ഭക്ഷിക്കാൻ പോകും. എങ്ങനെ ഉണ്ടായിരിക്കും ഗൈസ്? അപ്പോൾ നമ്മുടെ മീനുള്ള നാടൻ മസാല നമ്മൾ റെഡിയാക്കണം. നമ്മുടെ നാടൻ മുളക് പൊടി ഇത് നമ്മുടെ ഒരു കണക്കിന് അമ്മ എടുത്തിട്ടേ കേട്ടോ. നമ്മുടെ നാടൻ മുളക് പൊടി, നാടൻ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്, നാടൻ ഉപ്പും ഇട്ടോ. നാടൻ ഉപ്പ് നമ്മുടെ വീട്ടിലുണ്ടായ നല്ല നാടൻ കുരുമുളകാണ്. അപ്പൊ നമ്മൾ നാടൻ രീതിയിലാണ് ഇവിടെ പൊടിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം നാടനായിട്ടായാലോ നാടൻ രീതിയിലാണ് നമ്മൾ പൊടിച്ചോണ്ടിരിക്കുന്നത്. നാടൻ രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്ത നല്ല നാടൻ കുരുമുളക് ഇത് മൊത്തം ഇടും. അപ്പൊ നല്ല സ്പൈസി ആയിരിക്കണം. നല്ല നാടൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാടൻ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ആക്കട്ടെ. വെളിച്ചെണ്ണ വെച്ചാൽ ഓക്കെ ഗൈസ്. അപ്പം എന്തായാലും നമ്മുടെ നാടൻ മസാല ഒന്ന് റെഡി ആക്കട്ടെ. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യും ഗൈസ്. അപ്പോൾ നമ്മുടെ നാടൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോനെ കാണിച്ചാൽ മസാല ഒന്ന്. നാടൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അമൂറിലോട്ട് തേച്ച് കൊടുക്കാം. ഗൈസ് അപ്പോൾ ഇതുവരെ നമ്മളിത് ടേസ്റ്റ് ഗൈസ്. അപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ല നമ്മൾ മസാലയൊക്കെ തേച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. മീനൊന്ന് 10-15 മിനിറ്റ് ഇരിക്കട്ടെ, മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ മസാല പിടിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ മീനാണ് കറക്റ്റ് ഒരു 15 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാഴയിലേക്കകത്ത് വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. ഓ കണ്ടോ സാധനം കണ്ടോ? ഓ വേണ്ട നമ്മൾ വേണ്ട ഇങ്ങനെ അങ്ങോട്ട് കവർ ചെയ്യുക കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടും കവർ ചെയ്യുക. അപ്പോൾ വാഴയുടെ ഒന്ന് കീറിയായിരുന്നു, കുഴപ്പമില്ല. വേണ്ട ഇവിടെ നമ്മൾ വേണ്ട ഇങ്ങോട്ട് അല്ലെങ്കിൽ നാടൻ രീതിയിൽ നമ്മൾ നാടൻ ഊണ് പൊതിയുന്ന രീതിയിൽ നാടൻ പാത്രം ഒന്ന് പിടിക്കാം. അപ്പോൾ നമ്മൾ നാടൻ ഇരുമ്പ് പേപ്പർ, അതായത് നമ്മുടെ ഫോയിൽ പേപ്പർ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ മീൻ വേണ്ട അടിപൊളിയായിട്ട് നമ്മൾ നാടൻ രീതിയിൽ പൊതിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീരണം അല്ലേ? അതല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി തീയാണ് വേണ്ടത് അല്ലേ മോനെ? ഗൈസ് അപ്പോൾ നമ്മുടെ മീൻ കൂട്ടുകാരെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു തീ ഇട്ടിട്ട് നമ്മുടെ മീനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ 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 ഗൈസ്. അപ്പോൾ നമ്മുടെ മീനിനുള്ള തീയും കാര്യങ്ങളൊക്കെ നമ്മുടെ സുബിൻ റെഡി ആക്കിയിട്ടുണ്ട്. എന്തോന് ഓക്കെ ഓക്കെ മോമാർക്ക് ഗൈസ്. അപ്പോൾ വേണ്ട
നമ്മുടെ മീൻ നേണ്ട നമ്മുടെ നാടൻ രീതിയിൽ പൊതിഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ നാടൻ കനലിലോട്ട് നമ്മുടെ മീനേണ്ട കൈ പൊള്ളിയാനും കൈയുടെ രോമം കണ്ട അയ്യോ ഇതേണ്ട കൈയൊക്കെ കത്തിപ്പോയി. കൈയുടെ രോമം കത്തിപ്പോയി. എന്തോ തീയാടാ ഇട്ടത് ഇവിടെ. കൈസപ്പോൾ നമ്മുടെ മീൻ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കും നമ്മുടെ അമൂറില്ലേ. അവിടുന്ന് കൈസപ്പനായിട്ട് നമ്മുടെ നാടൻ തീയിൽ നമ്മുടെ അമൂറിന് അങ്ങോട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. എനിക്കറിയത്തില്ല, നമ്മൾ നല്ല നാടൻ തീയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് മീൻ കത്തിപ്പോടാ. ഫോയിൽ പേപ്പർ തീ പിടിക്കുമോ? കരിയോ? കൈസപ്പോൾ നമ്മുടെ അമൂർ നമ്മൾ തിരിച്ചും മറിച്ചും കൊടുത്ത് അങ്ങോട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീശർ അപ്പു ഗൈസ്. അപ്പം നമ്മുടെ അല്ലിപ്പൻ്റെ ചാനലിൽ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അല്ലിപ്പൻ്റെ ചാനലിൽ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. പക്ഷേ എന്താ പറയുന്നത്, റീച്ചില്ല പഴയ പോലെ. അല്ല മോനെ, അതെന്താണെന്നും അറിയത്തില്ല. ഓക്കെ നമുക്ക് സെറ്റാക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ അല്ലുപ്പൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം കയറി ഒന്ന് സെറ്റാക്കി കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ചെറുക്കൻ്റെ വീഡിയോയ്ക്കകത്ത് റീച്ച് ഒന്നും പോകുന്നില്ല പഴയ പോലെ വീഡിയോയ്ക്കൊന്നും. അല്ലേ മോനെ? അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് സെറ്റാക്കിക്കോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹമൂർ ഇവിടെ കൊണ്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീനാണ് നമ്മൾ ഓല വെച്ച് കത്തിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തോ ഇല്ലെന്ന് അറിയത്തില്ല, നമ്മൾ കണ്ട ഓല ഞങ്ങൾ വെച്ച് നമ്മൾ കൂട്ടി കത്തിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ മീനിനെ പോലെ. അതെ, അപ്പോൾ എല്ലാവരും ഇവിടെ വെയിറ്റിങ്ങിലാണ് നമ്മുടെ മീൻ കഴിക്കാൻ വേണ്ടി. നമ്മുടെ അഭിഷേകം അങ്ങ് ബൊതിനൂന്ന് വന്നേക്കുവാണ് നമ്മുടെ മീൻ കഴിക്കാൻ വേണ്ടിയില്ലേ. ഓക്കെ നമുക്ക് ചൂട്ട് കയറ്റി കത്തിക്കാം. ഇതിപ്പോൾ നമ്മുടെ മീനൊക്കെ റെഡി ആകാനായിട്ടുണ്ട്. നമ്മുടെ ഈ തീ കത്തി തീരണം വരെ നമ്മുടെ മീനെ വെക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീനെ എടുത്ത് നമുക്ക് തിന്നാം അല്ലേ. പനിയൊക്കെ മാറി പയ്യന് പവറായി കേട്ടോ. നമ്മുടെ മീനാണ് റെഡി ആയിട്ട്. അപ്പൊ നമുക്ക് എടുത്തുകൊണ്ട് കഴിക്കാം. കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഓക്കെ, നമ്മുടെ മീൻ ഇവിടെ കൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ ഫോയിൽ പേപ്പർ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് പിടിച്ച മോനെ, പിടിടാ പിച്ചാതിങ്ങനെ മോനെ. ജസ്റ്റ് അവിടെ ഇതൊന്ന് ഇത് എന്താ കീറിപ്പോയിരുന്നു കേട്ടോ. ഓ എന്താ അവിടെ ഈ മണം വരുന്നത് എൻ്റെ കുഞ്ഞെ. ഐസപ്പ നമ്മൾ തുറന്നു നോക്കും കേട്ടോ. ഓ എൻ്റെ ചേട്ടൻ ആരപ്പല്ലെങ്കിൽ മണ്ടയ്ക്ക് നിറ. ആദ്യം നമുക്ക് ഈ ഫോയിൽ പേപ്പർ അല്ലെങ്കിൽ മാറ്റാം കേട്ടോ. എന്താ വടാ ഇത്? ആ മീന അല്ല ഞാൻ ഓ എന്താ ഇല്ലില്ല എന്റെ മോനെ സീൻ. നമ്മളൊരു വെള്ളം പോലും ചേർത്തില്ല കേട്ടോ. അതിന്റെ ആ മീനിന്റെ വെള്ളം ഇറങ്ങിയതാണ്. ഇതിൽ കൂടുതൽ വേഗണോ? ഇതിൽ കൂടുതൽ വേഗണോ ഇത്? ഓ പ്രമാദം ബഹുഗംഭീരം. അപ്പൊ ഗൈസ്, അപ്പോൾ നമ്മുടെ മീനൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ പൊറോട്ടയാണ് അതിനോട് പിടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം നമ്മളെ മീനൊക്കെ ഉണ്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയാം. എൻ്റെ മീൻ നല്ല അടിപൊളി സെറ്റായിട്ട് അതിൻ്റെ ഇതുകൊണ്ട് ആ വെള്ളം ഗ്രേവി നമ്മളോട് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എന്തോ പറയേണ്ടത് അറിയത്തില്ല. നമുക്ക് കഴിച്ചാലോ? അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ആണെങ്കിൽ ഒരു പൊറോട്ട ഇങ്ങോട്ട് കീറിയിട്ട് ഇങ്ങോട്ട് കീറി എടുത്തിട്ട് കഴിക്കണ പിള്ളേ അങ്ങോട്ട് അമ്മയ്ക്ക് അത് കൊടുക്കുന്ന ഒരിക്കലും കഴിക്കാത്തതിനെ കുറിച്ച് അറിയുന്നു. മീനെടുക്കാം. ഇച്ചിരി മീൻ വേണ്ട ഇങ്ങോട്ട് കിടലി ഇങ്ങോട്ട് എടുത്തിട്ട് ഇച്ചിരി ചാറയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഈ സവാള ഇങ്ങോട്ട് പിടിച്ചിട്ട് വേണ്ടേ നോക്കണേ. പൈസ പോയിട്ട് രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് കഴിച്ചു പോകാം. ഒന്ന് മാത്രം
ഗൈസ്, അപ്പോൾ നമ്മൾ ഇതുവരെ മീൻ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ അടിപൊളി സാധനം ഇതാണ് കേട്ടോ. നമ്മൾ പല മീൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതേ രീതിയിൽ. ഞാൻ പറഞ്ഞേ ഇച്ചിരി മുട്ടങ്ങനെ പറയാം അല്ലടാ, നീ കഴിക്കാത്തല്ലേ സത്യം പറ. ഇതൊന്നും അടിപൊളി അടിപൊളി സൂപ്പർ എരിവ്. നിങ്ങൾ സാധനം കഴിക്കുമോ? കഴിക്കാനൊന്നും പറ്റും. ഇവൻ ഇറച്ചി കൂട്ടത്തില്ല, മീൻ കൂട്ടത്തില്ല, ഒന്നുമില്ല. ചിക്കൻ കഴിക്കും. ചിക്കൻ ആണെങ്കിൽ ബീഫാണ് കഴിക്കുന്നത്. ബീഫ് എന്താ കഴിക്കുന്നത്? തോന്നിയാൽ 2-3 കഷ്ണം കഴിക്കില്ലേ? 2-3 കഷ്ണം ബീഫ് വറുത്തത് കഴിക്കും, അത്രേ ഉള്ളൂ. അല്ല പുള്ളി ഒന്നുമില്ല. പക്ഷെ പുള്ളി വേണ്ട മീനൊക്കെ വെച്ച് അറിയുന്നു. ഇവിടെ കിള്ളി നിർത്താൻ ഓ ഫുൾ പോളിഞ്ഞ കേട്ടോ പിള്ളേർ. ഗൈസ്, അപ്പോൾ നമ്മുടെ തീ മൊത്തം വീശിക്കൊണ്ട് നമ്മുടെ വീശറ കേട്ടോ. ഇവൻ ഇങ്ങനത്തെ വീടിക്കകത്ത് തീ കൺട്രോൾ ചെയ്തത് നമ്മുടെ അപ്പുമാണ്. ഗൈസ്, അപ്പം ഇന്നത്തെ ഒരു രക്ഷയില്ലാത്ത വീഡിയോ ആയിരുന്നു. എന്ന് വെച്ചാൽ അതിന്റെ ടേസ്റ്റും കാര്യങ്ങളും അങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ലേ. അടിപൊളി ടേസ്റ്റും കാര്യങ്ങളല്ലായിരുന്നോ? എങ്ങോട്ടായിരുന്നു മോനെ? അപ്പം ഒരു രക്ഷയില്ലായിരുന്നു അത് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ വെച്ചാൽ നമ്മൾ ഇത്ര നാളും ഒരു ഇതുപോലെ 2-3 വട്ടം മീൻ ചെയ്തിട്ടുണ്ടല്ലേ ഗൈസ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ മീൻ വെച്ച പോലെ തന്നെ 2-3 പ്രാവശ്യം വേറെ പല മീൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു രക്ഷയില്ല, അടിപൊളി സാധനമായിരുന്നു. സത്യം പറഞ്ഞത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പിന്നെ നമ്മൾ ഫോയിൽ പേപ്പറിലും കയറ്റി അങ്ങ് തോന്നിയപ്പോൾ ചെയ്തു. അപ്പം ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ എന്നിട്ട് നമ്മൾ അല്ലിപ്പൻ പറഞ്ഞ് അല്ലിപ്പൻ ഒറ്റയ്ക്ക് ഒരു പാട്ട് പാടാം. നിന്നെ ആറ് പാട്ടാണ് ഇപ്പോൾ പാടുന്നത്? എന്തെങ്കിലും പഠിച്ചു പോലെ ആണോ ഗൈസ്? അപ്പം നമ്മുടെ അല്ലിപ്പൻ്റെ ഒരു അടിപൊളി ഒരു പാട്ടൂടെ പാടിയില്ലേ ഗൈസ്? അപ്പം അതുപോലെ തന്നെ നമ്മുടെ അല്ലിപ്പൻ്റെ ചാനലിൻ്റെ ലിങ്കാണ് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ അല്ലുവനാണെങ്കിൽ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ അവന് കിട്ടേണ്ട അത്രയും വ്യൂ അതിന് കിട്ടുന്നില്ല. 1 ലക്ഷം ഉള്ള സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്ന വ്യൂ അല്ല അവന് കിട്ടുന്നത്, ഒത്തിരി കുറവായിട്ടാണ് കിട്ടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, നോട്ടിഫിക്കേഷൻ പോകാത്തതാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നിങ്ങൾ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അവനെ കൂടെ സപ്പോർട്ട് ചെയ്തേക്ക്. ലിങ്ക് എന്തായാലും ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി നോക്കി കാണാൻ പറ്റും. അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ നല്ല വീഡിയോ ആയിട്ട്